േക്കാൾ മൂർച്ച ഒരിക്കലും ഡോക്ടർ എൻ്റെ മേത്ത് വെച്ച കത്തിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിന് വലിയൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനില്ല. ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പ്രൂവ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവുമില്ല. കാരണം ഞാനൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു. ഹായ് സുഹൃത്തുക്കളെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലരും ചർച്ച ചെയ്യുന്നൊരു കാര്യത്തെക്കുറിച്ചാണ്. ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾ താൻ ഈ സർജറി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ ഉൾപ്പെടെ പലരും പറയുന്നു അദ്ദേഹം ശരിക്കും ആ സർജറി ചെയ്തിട്ടില്ല എന്ന്. എന്നിട്ടും ആളുകളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഈ ഒരു വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് നമുക്കിതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരാൾ സർജറി ചെയ്യണോ വേണ്ടയോ എന്നത് അവരുടെ തികച്ചും സ്വകാര്യമായ ഇഷ്ടമാണ്. ഒരു വ്യക്തി ട്രാൻസ്ജെൻഡർ ആകുമ്പോൾ ഈ സർജറി എല്ലാവർക്കും നിർബന്ധമാണ് എന്ന് പറയുന്നതിൽ യാതൊരുവിധ കാര്യവുമില്ല. ചിലർക്ക് ഹോർമോൺ മരുന്നുകൾ മാത്രം മതിയാവും, ചിലർക്ക് ചെറിയ ശാരീരിക മാറ്റങ്ങൾ മാത്രം മതിയാവും. ബോട്ടം സർജറി എന്നത് ഓരോരുത്തരുടെയും ഇഷ്ടത്തെ അനുസരിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രശ്നമുണ്ടാകുന്നത് നുണ പറയുമ്പോഴാണ്. ഒരാൾ സർജറി ചെയ്യാതെ താൻ ചെയ്തു എന്ന് ഉറപ്പിച്ചു പറഞ്ഞ് ആളുകളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത് വലിയ തെറ്റിദ്ധാരണകളിലേക്ക് വഴിമാറും. ഇത് മോശമാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്നാമതായി വീഡിയോ കാണുന്ന സാധാരണക്കാർ വിചാരിക്കും ട്രാൻസ് ആവണമെങ്കിൽ ഈ ഒരു സർജറി നിർബന്ധമായും ചെയ്യണമെന്ന്. യഥാർത്ഥത്തിൽ അതല്ല സത്യം. അങ്ങനെ തെറ്റായ വിവരങ്ങൾ കൊടുക്കുന്നത് ശരിയായ ഒരു കാര്യമല്ല. രണ്ടാമതായി, ഒരാൾ സോഷ്യൽ മീഡിയയിൽ കളവ് പറയുമ്പോൾ അത് ആ സമൂഹത്തിലുള്ള മറ്റുള്ളവരെയും വിശ്വാസ്യതയാണ് ബാധിക്കുന്നത്. ഇവർ പറയുന്നതൊന്നും സത്യമായിരിക്കില്ല എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങും. ഇത് ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ അംഗീകാരത്തിന് വേണ്ടി നടക്കുന്ന പരിശ്രമങ്ങൾക്ക് വലിയ ദോഷം ചെയ്യും. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറയുമ്പോൾ അതിനൊരു ഉത്തരവാദിത്തം കാണിക്കണം. പ്രശസ്തിക്ക് വേണ്ടിയോ മറ്റെന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയോ സത്യമല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഒഴിവാക്കണം. നമ്മൾ ഈ വീഡിയോയുടെ ലക്ഷ്യം ആരെയും വ്യക്തിപരമായി വേദനിപ്പിക്കാനല്ല, മറിച്ച് സത്യം സമൂഹത്തോട് തുറന്നു പറയണം എന്നതിനു വേണ്ടിയാണ്. ഒരാളുടെ സ്വകാര്യ കാര്യങ്ങൾ നമുക്കറിയേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷേ തെറ്റായ വിവരങ്ങൾ പറഞ്ഞ് ആളുകളെ വഴിതെറ്റിക്കുന്നതിനെ നമ്മൾ ചോദ്യം ചെയ്യണം. നിങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു? താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സത്യസന്ധമായി പങ്കുവയ്ക്കുക. നിങ്ങളുടെ പിന്തുണയ്ക്ക് ഒരുപാട് നന്ദി. അടുത്ത വീഡിയോയിൽ കാണാം.